بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അനന്തരാവകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ 3 ആയത്തുകൾ പഠിച്ച് പൂർത്തീകരിച്ചു. ഇനി ആയത്തുകളിൽ ഉദ്ധരിക്കപ്പെടാത്ത അവകാശികളും അവകാശങ്ങളുമാണ് നമ്മൾ ഇന്നും അടുത്ത ക്ലാസ്സിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഖുർആനിക വചനങ്ങൾ കൊണ്ടല്ലാതെ ഹദീസുകൾ കൊണ്ടും ഇജ്മാഅ് കൊണ്ടും സ്ഥിരപ്പെട്ട അവകാശങ്ങളും അവകാശികളുമുണ്ട്. അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ചുരുക്കി ഈ ചെറിയ സമയത്തിനുള്ളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിലൊന്നാമത്തെ ഒരു അവകാശിയാണ് മകൻ്റെ മകൾ. മകൻ്റെ മകൾ. എല്ലാവരുടെ കയ്യിൽ നോട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മകൻ്റെ മകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മകളുടെ അവകാശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. ഒരാൾ മരിച്ചു, അയാൾക്കൊരു മകളുണ്ട്. ഏക മകളാണെങ്കിൽ എത്രയാണ് അവകാശം? പകുതിയാണ് അവകാശം. 1-ൽ കൂടുതലുണ്ടെങ്കിലോ 3-ൽ 2. ഇതൊക്കെ നമ്മൾ ഖുർആനിൽ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതാണ്. ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇത്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക്. 2-ൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് സ്വത്തിൻ്റെ 3-ൽ 2 വഇൻ കാനത്ത് വാഹിദതൻ, ഏക മകളാണെങ്കിൽ ഫലഹ അന്നിസ്ഫു, അവൾക്ക് പകുതി അവകാശം. എന്നാൽ മകൻ്റെ മകൾക്കോ? അതാണ് ഇവിടെ പഠിക്കുന്നത്. ചില നിബന്ധനകൾ ഒത്താൽ ഇവൾക്ക് സ്വത്തിൻ്റെ പകുതി നൽകപ്പെടുന്നതാണ്. ആർക്ക്? മകൻ്റെ മകൾക്ക്. അപ്പോൾ മകളാണെങ്കിലോ മകൻ്റെ മകൾക്കാണ് അവകാശം. പെൺമക്കളുടെ മക്കൾക്ക് എന്തില്ല? അവകാശമില്ല. മകൻ്റെ മകൾ. അപ്പോൾ പകുതി അവകാശമാണ്. എന്താണ് നിബന്ധന? മകനും മകളും ഇല്ലാതിരിക്കുക. ഒന്നാമത്തെ നിബന്ധന നമ്മൾ കൊടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ. മകൻ്റെ മകൾക്ക് നിസ്ഫ്, പകുതി അവകാശം കിട്ടണമെങ്കിൽ എന്താണ് ഒന്നാമത്തെ നിബന്ധന? മകനും മകളും ഇല്ലാതിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ മകളുണ്ടെങ്കിൽ പിന്നീട് ആർക്ക് അവകാശമില്ല? മകൻ്റെ മകൾക്ക് അവകാശമില്ല. പക്ഷെ അത് പഠിക്കും, പക്ഷെ അതിന് വിശദീകരണമുണ്ട്. മകനുണ്ടെങ്കിൽ തീരെ അവകാശമില്ല. അപ്പോൾ ഒരു മകളാണെങ്കിലോ, അതായത് മരിച്ച ആൾക്കൊരു മകളും മകൻ്റെ മകളുമുണ്ട്. അറബി പറയുകയാണെങ്കിൽ ബിന്തുമുണ്ട്, ബിന്തുൽ ഇബ്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവകാശം? ഇവിടെ രണ്ടാമത്തെ നോട്ട് ശ്രദ്ധിക്കുക. മകനുണ്ടെങ്കിൽ ഇവൾക്കൊന്നുമില്ല. ആർക്ക്? മകൻ്റെ മകൾക്ക്. മകളുണ്ടെങ്കിൽ മകളോടൊപ്പം ഇവൾക്ക് 1/6 ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കണം, 1/6 ലഭിക്കുന്നു ഒരു മകളുണ്ടെങ്കിൽ. അപ്പം എന്ത് മനസ്സിലായി? 2 മകളും സങ്കല്പിക്കുക. അപ്പോൾ മകൻ്റെ മകളുടെ അവകാശമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മകൻ്റെ മകൾക്ക് സ്വത്തിൻ്റെ പകുതി അവകാശം നൽകപ്പെടുന്നതാണ് 3 നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തെ നിബന്ധന മകനും മകളും ഇല്ലാതിരിക്കുക. മകനുണ്ടെങ്കിൽ താഴെ നോട്ടിൽ കൊടുത്തതുപോലെ മകനുണ്ടെങ്കിൽ മകൻ്റെ മകൾക്ക് ഒന്നുമില്ല. ഇനി മകളുണ്ടെങ്കിലോ? ഒരു മകളുണ്ടെങ്കിൽ മകളോടൊപ്പം മകൻ്റെ മകൾക്ക് 1/6 ലഭിക്കുന്നതാണ്. അതിൽ എന്ത് മനസ്സിലായി? 2 പെൺമക്കളുണ്ടെങ്കിൽ മകൻ്റെ മകൾക്ക് അവകാശമുണ്ടോ? ഇല്ല. ഒരു മകളുണ്ടെങ്കിലോ 1/6 അവകാശം. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. ഹദീസ് നമ്പർ 6736. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മകളുടെയും മകൻ്റെ മകളുടെയും
സഹോദരിയുടെയും കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചത് പ്രകാരം വിധി നൽകി. മകൾക്ക് പകുതിയും. എന്തുകൊണ്ട് മകൾക്ക് പകുതി? ഒരു മകള്. സഹോദരി മകന്റെ മകൾക്ക് 1/6. എന്താ കാരണം? മകൾ ഉണ്ടായതുകൊണ്ട്. മകളാണ് നിന്റെ കാരണം. മകൾ ഉണ്ടായതുകൊണ്ട് മകന്റെ മകൾക്ക് കൂടെ 1/6. അറബിൽ പറയും തക്മിലത്തൻ ലിസുലുസൈൻ. എന്തിനാണത്? സ്വത്തിന്റെ 2/3 പൂർത്തീകരിക്കാൻ വേണ്ടി. അതായത് സ്വത്തിന്റെ 1/3 3 ഭാഗം പൂർത്തീകരിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ സംഭവം നമുക്ക് നോക്കാം. മകന്റെ മകൾ, ഇവിടെ പിതൃവ്യൻ. ഉദാഹരണം, ഇവിടെ മകൾക്ക് എത്രയാണ്? പകുതി അവകാശം ഉണ്ടോ? പകുതി അവകാശം. മകന്റെ മകൾക്കോ 1/6. പിതൃവ്യന് ബാക്കി. അപ്പൊ ഇവിടെ 6 അക്കുണ്ട്, അതുകൊണ്ട് 6 ഓഹരിയാക്കി തിരിക്കാം. അങ്ങനെ ആകുമ്പം ഇവിടെ 6. മകന്റെ മകൾക്ക് എത്രയാണ്? പകുതി. എത്രയാ? 3. മകന്റെ മകൾക്ക് 1, ബാക്കി 2. ഇവിടെ 6ന്റെ 3 എത്രയാണ്? 2. ഇവിടെ മകൾക്ക് 3 പകുതി അവകാശം. അതോടൊപ്പം മകന്റെ മകൾക്ക് 6 കിട്ടിയാൽ സ്വത്തിന്റെ എത്ര പൂർത്തിയായി? 3/2 പൂർത്തിയായി. സ്വത്തിന്റെ 3/2 പൂർത്തിയാകുവാൻ വേണ്ടിയാണ് മകളോടൊപ്പം മകന്റെ മകൾക്ക് 6/1 നൽകപ്പെട്ടത്. ഇതാണ് തക്മിലത്തിന്റെ സുലുസ എന്ന് ഫറായിദിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുക. ഇനി അപ്പം ഒരു വിഷയം വന്നു, ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ അയാൾക്ക് ആരൊക്കെയുണ്ട്? ഇവിടെ ആ വിഷയത്തിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വിധിച്ചതാണ്. ആ വിധി ഒന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിലേക്ക് വിട്ടു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സംഭവത്തിൽ വിധിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ വിധി നൽകിയത് ആ വിധി ഞാനും നൽകുന്നു എന്ന് ആര് പറഞ്ഞു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെയാണ് മകൾക്ക് പകുതി അവകാശവും മകന്റെ മകൾക്ക് 6/1 വലൈക്കും അസ്സലാം ബാക്കിയുള്ളത് ആർക്കാണ്? സഹോദരിക്കും. ഇത് ഹദീസിന്റെ ചുരുക്കമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കി സഹോദരിക്കും. ഇൻഷാ അല്ലാഹ് ഈ സഹോദരിയുടെ വിഷയം പുതിയ വിഷയമാണ്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ മകന്റെ മകളുടെ അവകാശമാണ് നാം പറഞ്ഞത്. മകന്റെ മകളില്ലെങ്കിൽ മകന്റെ മകൾക്ക് എത്രയാണ്? പകുതി അവകാശം. ശ്രദ്ധിക്കണം. അതിന് തെളിവെന്താണ്? അതിന് തെളിവെന്താ? മകളില്ലെങ്കിൽ മകന്റെ മകൾക്ക് പകുതി അവകാശമാണ്. എന്താ തെളിവ്? ഇജ്മാഅാണ് തെളിവ്. ഇജ്മാ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ സ്വത്ത് അവകാശത്തിൻ്റെ വിഷയത്തിൽ അത് 90% പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത വിഷയങ്ങളാണ്. അങ്ങനത്തെ ഒരു സംഗതിയും കൂടി ഇതിലുണ്ട്. തർക്കമുള്ള വിഷയങ്ങൾ 10% ഉള്ളൂ. ബഹുഭൂരിഭാഗം വിഷയങ്ങളും മസലകളും അതിൽ പണ്ഡിതന്മാർ ഏകദേശം ഏകാഭിപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഫറായിദിൻ്റെ വിഷയത്തിൽ ഇജ്മാ ധാരാളമുണ്ട്. ഇജ്മാ ഉള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ഇത്. ഏത്? മകൻ്റെ മകളില്ലെങ്കിൽ സ്വത്തിൻ്റെ പകുതി അവകാശം അർഹയാകുന്നു. ഇനി ഒരു മകളുണ്ടെങ്കിൽ മകൻ്റെ മകൾക്ക് എത്രയാണ്? സ്വത്തിൻ്റെ 6/1. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. ശരി, ഇത് ഒന്നാമത്തെ നിബന്ധനയാണ് അല്ലേ? മകൻ്റെ മകൾക്ക് പകുതി അവകാശം നൽകപ്പെടണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്താണ്? മകനും മകളും ഇല്ലാതിരിക്കുക. പക്ഷെ ഒരു മകളുണ്ടെങ്കിലോ സ്വത്തിൻ്റെ 6/1 കിട്ടും. രണ്ടാം നിബന്ധന, ഇവളുടെ സഹോദരനോ
പിതൃവ്യ പുത്രനോ ഇല്ലാതിരിക്കുക. സഹോദരൻ മനസ്സിലായി. അല്ല സഹോദരൻ മകൻ്റെ മകൻ, മകൻ്റെ മകളുടെ സഹോദരൻ ആരാണ്? മകൻ്റെ മകൻ. പിതൃവ്യ പുത്രനോ? പിതൃവ്യ പുത്രൻ എന്ന് പറഞ്ഞാൽ അവളുടെ എളാപ്പ മൂത്താപ്പ ആര്? മക്കൾ. അതും യഥാർത്ഥത്തിൽ ആരായിരിക്കും? മകൻ്റെ മകനായിരിക്കും. പക്ഷെ അവളുടെ സഹോദരനാകണമെന്നില്ല. ഇതിൽ നോട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുണ്ടെങ്കിൽ, അതായത് മകൻ്റെ മകളോടൊപ്പം ഇവളുടെ സഹോദരനോ പിതൃവ്യ പുത്രനോ ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? ഇവിടെ ഫർദിൽ നിന്ന് തഅസീബിലേക്ക് അവസ്ഥ മാറുന്നു. ഇത് തഅസീബ് എന്ന് പറഞ്ഞാൽ പിന്നീട് എല്ലാവരും അവകാശികളാകുക, എല്ലാവർക്കും സ്വത്ത് എന്താണ് ഒരു വെക്കപ്പെടും. സ്ത്രീക്ക് ആണിൻ്റെ പകുതി അവകാശം നിലക്ക്, സ്ത്രീക്ക് ആണിൻ്റെ പുരുഷൻ്റെ പകുതി അവകാശം നൽകപ്പെട്ടുകൊണ്ട് സ്വത്ത് വീതം വെക്കും. അതാണ് ഇതിൻ്റെ തഅസീബ് എന്ന് പറഞ്ഞാൽ. എന്നാൽ നിർണീത കണക്ക് പ്രകാരം അവകാശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഫർദ് എന്ന് പറയുക. എന്ത്? ഫർദുൻ തഅസീബും. മൂന്നാം നിബന്ധന, ഇവളുടെ സഹോദരിയോ പിതൃവ്യ പുത്രിയോ ഇല്ലാതിരിക്കുക. ആരുടെ? ഈ മകൻ്റെ മകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും സ്വത്തിൻ്റെ 2/3 അവകാശികളാകുന്നു. അതായത് മകൻ്റെ മകൾ ആരുടെ സ്ഥാനത്താണ്? മകളുടെ സ്ഥാനത്താണ്. മകളില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അവകാശം? മകൻ്റെ മകൾക്ക്. അപ്പോൾ മകൻ്റെ മകൾക്ക് മകളില്ലെങ്കിൽ പകുതി അവകാശമാണ്, അല്ലേ? ശരി. ഇനി അത് ഒരു മകൻ്റെ മകളാണെങ്കിൽ, ഒരു 2 or 3 മകൻ്റെ പെൺമക്കളുണ്ടെങ്കിലോ അവിടെ 3/2. ആരെ പോലെ? പെൺമക്കളെ പോലെ. 2 പെൺമക്കളോ കൂടുതലോ ഉണ്ടെങ്കിൽ എത്ര അവകാശം? സ്വത്തിൻ്റെ 3/2. അതേ വിഷയം തന്നെയാണ് മകൻ്റെ മകളും പെൺമക്കൾക്ക്. അവർ ഒന്നിൽ കൂടുമ്പോൾ അവർക്കും സ്വത്തിൻ്റെ 3/2 ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ഇജ്മാ പ്രകാരം സ്ഥിരപ്പെട്ടതാണ്. ഇജ്മാ എന്ന് പറയും പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയം. അപ്പോൾ അതിൽ പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇമാം ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാ എഴുതിയ അൽ ഇജ്മാ എന്ന പുസ്തകം. അതുപോലെ തന്നെ ഇബ്നു ഹസ്ം എഴുതിയിട്ടുണ്ട് മറാത്തിബുൽ ഇജ്മാ. അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരും ഇജ്മാ രേഖപ്പെടുത്തുമല്ലോ. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഹംബലി മദ്ഹബ് പലപ്പോഴും ഇവിടെ പല പണ്ഡിതന്മാരും അവലംബിക്കാറുള്ളത് ഹംബലി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മശാസ്ത്രം പഠിക്കാറുള്ളത്. അപ്പം അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് അൽ മുഗ്നി. ഇമാം ഇബ്നു ഖുദാമ എഴുതിയ അൽ മുഗ്നി. അതിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുമ്പോൾ അവർ ഇജ്മാ രേഖപ്പെടുത്തും. അവിടെ ഈ വിഷയത്തിൽ ഇത്ര ഇജ്മാ ഉണ്ട്, ഹദീസുണ്ട്, അങ്ങനെയൊക്കെ പറയും. അപ്പം അതാണ് ഇജ്മാൻ്റെ പ്രത്യേകം. എന്താണ്? പണ്ഡിതന്മാർ അഭിപ്രായ ഭിന്നതയില്ലാതെ അഭിപ്രായത്തിൽ അവർ സ്ഥിരപ്പെടുത്തിയ കാര്യമാണ്, സ്ഥിരീകരിച്ച കാര്യമാണ് ഇജ്മാ എന്ന് പറയുക. അപ്പോൾ ഇതാണ് മകൻ്റെ മകളുടെ അവകാശം. ഇപ്പോൾ മകൻ്റെ മകൾ പറയുമ്പോൾ ഒന്നുകിൽ പകുതി അവകാശം ലഭിക്കും, 3 നിബന്ധന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വത്തിൻ്റെ 1/6 നൽകപ്പെടും. എപ്പോഴാണ് സ്വത്തിൻ്റെ 1/6 നൽകപ്പെടുക? ഒരു മകൾ ഉണ്ടെങ്കിൽ. മകളോടൊപ്പം മകൻ്റെ മകൾക്ക് സ്വത്തിൻ്റെ 1/6 നൽകപ്പെടുന്നു. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതാണ് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ മകൻ്റെ മകളുടെ അവകാശം എവിടെ വന്നിട്ടില്ല? ഖുർആനിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സും ഇൻഷാ അല്ലാഹ് ഖുർആനിക വചനങ്ങളിൽ ഉദ്ധരിക്കപ്പെടാത്ത അവകാശികളെക്കുറിച്ചാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസിലോ ഇജ്മാ പ്രകാരം സ്ഥിരപ്പെട്ട അവകാശങ്ങൾ. രണ്ടാമത്തെ അവകാശി പിതാവൊത്ത സഹോദരി. മാതാപിതാവൊത്ത അല്ലെങ്കിൽ പിതാവൊത്ത സഹോദരന്മാരുടെയും അവകാശങ്ങൾ നാം ആയത്തുൽ കലാലത്തിൻ്റെ ആയത്തിലൂടെ പഠിച്ചതാണ്.
അതായത് ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു പിതാവത്ത സഹോദരിയോ അല്ലെങ്കിൽ മാതാപിതാവത്ത സഹോദരിയോ ഉണ്ട്. എത്ര അവകാശം? പകുതി. വലഹു ഉഖ്തുൻ ഫലഹ നിസ്ഫു മാ തറക്. 2 സഹോദരിമാരുണ്ടെങ്കിലോ എത്ര അവകാശം? സ്വത്തിൻ്റെ 2/3. ആരെപ്പോലെ? 2 പെൺമക്കളെ പോലെ തന്നെ. അതൊക്കെ പഠിച്ചതാണല്ലോ. ഇവിടെ എന്താണ്? മാതാപിതാവൊത്ത സഹോദരന്മാരും സഹോദരികളും ഇല്ലെങ്കിൽ പിതാവൊത്ത സഹോദരിക്ക് സ്വത്തിൻ്റെ പകുതി അവകാശം ലഭിക്കുന്നതാണ്. മാതാപിതാവൊത്ത സഹോദരന്മാരും സഹോദരികളും ഇല്ലെങ്കിൽ പിതാവൊത്ത സഹോദരിക്ക് സ്വത്തിൻ്റെ പകുതി അവകാശം ലഭിക്കുന്നതാണ്. കലാലത്തിൻ്റെ ആയത്താണ് തെളിവ്. അപ്പോൾ പിതാവൊത്ത സഹോദരിക്ക് സ്വത്തിൻ്റെ പകുതി അവകാശം ഉണ്ടാകണമെങ്കിൽ ആരുണ്ടാകാൻ പാടില്ല? മാതാപിതാവൊത്ത സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടാകാൻ പാടില്ല. കാരണം അവർക്കാണ് കൂടുതൽ അവകാശം. മനസ്സിലായില്ലേ? ഒരേ ഉമ്മ ഒരേ വാപ്പ. എന്നാൽ മാതാവ് വേറെ പക്ഷെ ഒരു പിതാവ് എന്ന അവസ്ഥയ്ക്ക് എന്താ പറയുക? പിതാവൊത്ത സഹോദരന്മാർ. പിതാവ് വേറെ മാതാവിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിന് എന്താ പറയുക? മാതാവൊത്ത സഹോദരൻ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ പിതാവൊത്ത സഹോദരിക്ക് എപ്പോഴാണ് പകുതി അവകാശം ലഭിക്കുക? മാതാപിതാവൊത്ത സഹോദരന്മാരും ഉണ്ടാകാൻ പാടില്ല. കലാലത്തിൻ്റെ ആയത്താണ് തെളിവ്. ഇനി 5ാമത്തെ നോട്ട് ശ്രദ്ധിക്കുക. മാതാപിതാവൊത്ത ഒരു സഹോദരി മാത്രമാണെങ്കിൽ, ശ്രദ്ധിക്കുക, മാതാപിതാവൊത്ത ഒരു സഹോദരി മാത്രമാണെങ്കിൽ പിതാവൊത്ത സഹോദരിക്ക് ഇവളോടൊപ്പം, ആരോടൊപ്പം? മാതാപിതാവൊത്ത സഹോദരിയോടൊപ്പം സ്വത്തിൻ്റെ 1/6 ലഭിക്കുന്നതാണ്. അതിനുള്ള തെളിവ് ഇജ്മാ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു മകളുണ്ടെങ്കിൽ ആ മകളോടൊപ്പം മകൻ്റെ മകളുണ്ടെങ്കിൽ എത്രയാണ് മകൻ്റെ മകൾക്കുള്ളത്? 1/6. അതേ ബന്ധം തന്നെയാണ് ആരുമായിട്ട് മാതാപിതാവത്തെ സഹോദരിയും. അതിനേക്കാൾ ബന്ധം കുറഞ്ഞ വ്യക്തി ആരാണ്? പിതാവത്തെ സഹോദരി. പിതാവത്തെ സഹോദരിക്ക് 1/6 ലഭിക്കണമെങ്കിൽ ആര് വേണം? മാതാവും പിതാവും ഒത്ത സഹോദരി ഉണ്ടായിരിക്കണം. പഠിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളതിൻ്റെ ഉദാഹരണം പഠിക്കുന്നതാണ്. മാതാപിതാവത്തെ സഹോദരിക്ക് എത്ര അവകാശം? കല്യാണത്തിൻ്റെ ആയത്തിൽ പഠിച്ചതാണല്ലോ. മാതാപിതാവത്ത സഹോദരി പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ. പകുതി അവകാശം. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സന്താനമില്ല, പിതാവില്ല, ഒരു സഹോദരി ഉണ്ട്. എത്ര അവകാശം? പകുതി അവകാശം. ഇനിമ്രുഉൻ ഹലക ലൈസ ലഹു വലദുൻ. ഒരാൾ മരണപ്പെട്ടു, ലൈസ ലഹു വലദുൻ, സന്താനമില്ല, വലഹു ഉഖ്തുൻ, അയാൾക്ക് സഹോദരി ഉണ്ട്. ഫലഹാ നിസ്ഫു മാ തറക്. അയാൾ വിട്ടേച്ച് പോയ സ്വത്തിൻ്റെ പകുതി ആർക്കുണ്ട്? സഹോദരിക്കുണ്ട്. അപ്പോൾ സഹോദരിക്ക് പകുതി അവകാശം. ഈ മാതാപിതാവൊത്ത സഹോദരിയോടൊപ്പം പിതാവൊത്ത സഹോദരി ഉണ്ടെന്ന് സങ്കല്പിക്കുക. എത്ര അവകാശം? 1/6. എന്താണ് തെളിവ്? ഇജ്മാ. ഇജ്മാഇന്റെ ആധാരം എന്താണ്? ഖിയാസാണ്. ആരുമായി ഖിയാസ്? മകന്റെ മകളുമായി ഉള്ള ഖിയാസ്. മകളോടൊപ്പം മകന്റെ മകൾക്ക് 1/6 കിട്ടാമെങ്കിൽ അതേപോലെ തന്നെയാണ് മാതാപിതാവത്തെ സഹോദരിയോടൊപ്പം പിതാവത്തെ സഹോദരി ഉണ്ടെങ്കിൽ പിതാവത്തെ സഹോദരിക്കും 1/6 അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഉദാഹരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് പിതാവത്തെ സഹോദരിക്കും എത്ര അവസ്ഥ ഉണ്ട്? 2 അവസ്ഥ ഉണ്ട്. സ്വത്തിൻ്റെ പകുതി കിട്ടുന്ന അവസ്ഥയുമുണ്ട്, 1/6 കിട്ടുന്ന അവസ്ഥയുമുണ്ട്. ഇനി ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് സംഗതി നമ്മൾ വായിച്ചല്ലേ കുറേ. ഇത് അപ്പോൾ എന്താണ് മനസ്സിലാക്കണമല്ലോ. എപ്പോഴാണ് മകൻ്റെ മകൾക്ക് 1/6 കിട്ടുക? അത് ഉത്തരം പറയാം. മകൻ്റെ മകൾക്ക് 1/6 ലഭിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? അല്ല, ഒരാൾ പറഞ്ഞാൽ മതി. അതായത് മകൻ്റെ മകൾക്ക് 1/6 കേട്ടോ, പകുതിയല്ല പറഞ്ഞത്. ഈ അവകാശ നിബന്ധനകളൊക്കെ പകുതി കിട്ടണമെങ്കിലാ. മകൻ്റെ മകൾക്ക് 1/6 കിട്ടണമെങ്കിൽ എന്താണ് അതിൻ്റെ നിബന്ധന? അല്ല, നിബന്ധന മകളുണ്ടാവണം. ഈ മരിച്ച ആൾക്കൊരു മകളുണ്ടാവണം. അത്ര നിബന്ധനയേ ഉള്ളൂ.
മരിച്ച ആൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളോടൊപ്പം മകൻ്റെ മകളുമുണ്ടെങ്കിൽ ആ മകൻ്റെ മകൾക്ക് 1/6 കിട്ടും. എന്താണ് നിബന്ധന? മകൾ ഉണ്ടായിരിക്കണം. ശരി, ഈ മകനുണ്ടെങ്കിലോ ഒന്നും കിട്ടൂല. അതാണ് ഇവിടെ രണ്ടാമത്തെ നോട്ടിൽ പറഞ്ഞത്, ഫുട് നോട്ടിൽ പറഞ്ഞത്, മകനുണ്ടെങ്കിൽ ഇവൾക്ക് ഒന്നുമില്ല, മകളുണ്ടെങ്കിൽ മകളോടൊപ്പം ഇവൾക്ക് 1/6 ലഭിക്കുന്നതാണ്. തെളിവ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 6736 ഹദീസ്. ഇനി വേറെ ചോദ്യം നമുക്ക് മനസ്സിലാവുന്ന നോക്കുകയാണ്. പിതാവൊത്ത സഹോദരിക്ക് എപ്പോഴാണ് 1/6 ലഭിക്കുക? പിതാവൊത്ത സഹോദരിക്ക് എപ്പോഴാണ് 1/6 ലഭിക്കുക? അതെ, അവളോടൊപ്പം മാതാപിതാവൊത്ത ഒരു സഹോദരി ഉണ്ടെങ്കിൽ അത് പഠിക്കും ഇൻഷാ അല്ലാഹ്. ശരി, ഇനി അടുത്ത പേജ് നോക്കൂ നിങ്ങൾ, 25-ാമത്തെ പേജ്. ആകെ 2 പേജുള്ളൂ കേട്ടോ. എന്നാൽ മകളോടൊപ്പം മാതാപിതാവൊത്ത സഹോദരിയോ പിതാവൊത്ത സഹോദരിയോ ഉണ്ടെങ്കിൽ മകളോടൊപ്പം ഇവർക്ക് ബാക്കി സ്വത്ത് ഉണ്ടാകുന്നു. ഇത് വേറെ പുതിയ വിഷയമാണ്. ഇത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതായത് ഒരു മകളുണ്ട്, മകളോടൊപ്പം ആരുണ്ടെങ്കിലാണ് അവർക്ക് 1/6 ലഭിക്കുക? മകൻ്റെ മകളുണ്ടെങ്കിൽ അല്ലേ? ഇത് വിഷയം വേറെ കേട്ടോ. അതായത് മകളുണ്ട്, മകളോടൊപ്പം മാതാപിതാവൊത്ത സഹോദരിയോ പിതാവൊത്ത സഹോദരിയോ ഉണ്ടാകുക. ഒരു മകളുമുണ്ട്, പിതാവൊത്ത സഹോദരിയുമുണ്ട്. സങ്കല്പിക്കുക, എത്ര മകൾക്ക്? പകുതി, ഏക മകളല്ലേ? എത്രയാണ് പിതാവൊത്ത സഹോദരിക്ക് ബാക്കി? എന്താണ് തെളിവ്? നേരത്തെ ഉദ്ധരിച്ച ഹദീസില്ലേ ഇമാം ബുഖാരി, അതിനെ പൂർത്തീകരണം നോക്കൂ നിങ്ങൾ. എന്താണ് ആ ഹദീസ്? ശരിക്കും ശ്രദ്ധിക്കണം, തെളിവ് ശ്രദ്ധിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരുടെ കാര്യത്തിലാണ് തീർപ്പ് നൽകിയത്? ഒരു മകളും മകൻ്റെ മകളും പിന്നെ സഹോദരിയും. കണ്ടോ, മകള്, മകൻ്റെ മകൾ, സഹോദരി. മകൾക്ക് എത്ര കിട്ടി? പകുതി. മകൻ്റെ മകൾക്കോ 1/6 മകളുണ്ടായതുകൊണ്ട്. ഇനി സഹോദരിക്കോ ബാക്കി. അതാണ് ഇതിൻ്റെ പ്രമാണം. അപ്പോൾ മകളോടൊപ്പം സഹോദരി ഉണ്ടാകുക. ഈ സഹോദരി ആരായിരിക്കണം? ഒന്നുകിൽ മാതാപിതാവൊത്ത സഹോദരി അല്ലെങ്കിൽ പിതാവൊത്ത സഹോദരി ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ ഇവർക്ക് ബാക്കി സ്വത്തുണ്ട്, അത്രക്കും അവകാശമാണ്. അതായത് ഒരാൾക്ക്, ഒരു മരിച്ച ആൾക്ക് ഒരു അവകാശികളുമില്ല, ആകെ 2 അവകാശികളുള്ളൂ. ഒന്ന് ഒരു മകളും പിന്നെ പിതാവൊത്ത സഹോദരിയുമുണ്ട്. പകുതിയാണ്. പകുതി അവകാശം ഫർദായിട്ട് ആർക്ക് നൽകപ്പെടും? മകൾക്ക്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ആർക്കുണ്ട്? സഹോദരിക്കുണ്ട്. അപ്പൊ ഒന്നിന്റെ തെളിവ് എന്താണ്? ഖുർആനാണ്. ഒന്നിന്റെ തെളിവ് ഹദീസാകുന്നു. ഇജ്മാഉണ്ട്. അപ്പൊ ഇതാണ് ഈ സഹോദരിമാരുടെ അവകാശം. 3-ാമത്തെ അവകാശം നോക്കൂ നിങ്ങൾ. പിതാമഹൻ, അറബിയിൽ പറയും ജദ് എന്ന് പറയും. ജദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപ്പാൻ്റെ ഉപ്പാക്കും പറയും, ഉമ്മാൻ്റെ ഉപ്പാക്കും ജദ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പിതാമഹൻ എന്ന് വെച്ചാൽ ഇവിടെ അനന്തരാവകാശ വിഷയത്തിൽ ആരാണ് ഉദ്ദേശം? ജദ് എന്നാണ് അറബിയിൽ പറയാറുള്ളത്. പിതാവിൻ്റെ പിതാവ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മാതാവിൻ്റെ പിതാവ് ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഖുർആനിൽ പറയുന്നത്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. മാതാപിതാക്കൾക്ക് സ്വത്തിൻ്റെ 1/6 അവകാശമുണ്ടാകുന്നു മക്കളുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ. മരിച്ച ആൾക്ക് സന്താനമുണ്ട്, മാതാപിതാക്കളുമുണ്ട്. മാതാവിനും പിതാവിനും എത്രയാണ് അവകാശം? 1/6. അപ്പോൾ മാതാപിതാ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ പിതാവാകുന്നു. പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ പിതാവാണ് അതിൻ്റെ അവകാശി. മാതാവിൻ്റെ പിതാവ് ഒരിക്കലും അവകാശിയാകുന്നില്ല. മാത്രമല്ല അതിന് ഇജ്മാഉമാണ് തെളിവ്. ഇനി പിതാമഹൻ, ജദ്ദിന്, വെല്ലിപ്പക്ക് എന്താണ് അവകാശം? 2 നിബന്ധനകൾ ഒത്താൽ പിതാമഹന് 1/6 ലഭിക്കുന്നതാണ്. 1/6 ലഭിക്കുന്നതാണ്.
രണ്ട് എന്താ ഇജ്മാ ആണ് ഇതിൻ്റെ ആധാരം. പിതാവില്ലെങ്കിൽ അതേ സ്ഥാനത്ത് ആരാണ് ഉണ്ടാവുക? പിതാമഹൻ. എന്താണ് നിബന്ധനകൾ? ഒന്നാമത് നിബന്ധന പിതാവ് ഇല്ലാതിരിക്കുക. പിതാവുണ്ടെങ്കിലോ പിതാമഹനൊന്നുമില്ല. പിതാവ് ഉണ്ടാകാൻ പാടില്ല, വാപ്പ ഉണ്ടാകാൻ പാടില്ല. വാപ്പ ഇല്ലെങ്കിലാണ് ആർക്ക് അവകാശം? വല്യപ്പാക്ക്. ഉണ്ടെങ്കിൽ പിതാമഹന് ഒന്നുമില്ല. രണ്ടാം നിബന്ധന മരിച്ച ആളുടെ സന്താനം കൂടെ ഉണ്ടായിരിക്കുക. സന്താനം പെണ്ണാണെങ്കിൽ പിതാമഹന് 1/6 ബാക്കി സ്വത്തും തഅസീബായി ലഭിക്കുന്നതാണ്. അതായത് പിതാമഹനോടൊപ്പം സന്താനമുണ്ടെങ്കിൽ വല്യപ്പാക്ക് എത്ര അവകാശമുള്ളൂ? 1/6 മാത്രം. കാരണം ബാക്കിക്കാർക്ക് പോകും? മകന് പോകും. മനസ്സിലായല്ലോ. ഇനി മകളുണ്ട്, മകൾക്ക് എത്ര അവകാശം? ഏക മകളിന് എത്ര അവകാശം? പകുതി അവകാശം. ഇപ്പോൾ പിതാമഹന് എത്ര അവകാശം? 1/6. പിന്നെ ബാക്കിയും ഉണ്ടോ? അതാണ് ഫർളും തഅസീബ് എന്ന് പറയുക. 1/6 എങ്ങനെ മനസ്സിലാക്കി? ഈ ഇജ്മാ പ്രകാരം. ഇജ്മാഅ് ഇതിൻ്റെ ആധാരം. പിന്നെ അതോടൊപ്പം തന്നെ ബാക്കി എങ്ങനെ മനസ്സിലാക്കി? ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. ബാക്കി ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താ ഹദീസ്? ഫർളുകളെല്ലാം അവകാശികൾക്ക് നൽകുക, ബാക്കിയുള്ള സ്വത്ത് ഏറ്റവും അടുത്ത പുരുഷന് നൽകുക എന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതിൻ്റെ ആധാരം. അപ്പോൾ ഇതിൻ്റെ ഈ പിതാമഹൻ്റെ വല്യപ്പാൻ്റെ അവകാശവും നാം പഠിച്ചു. ഇനി അവസാനത്തെ അവകാശം, ഇന്നത്തെ നോട്ടിലെ അവസാനത്തെ അവകാശി പിതാമഹിയാണ്, അല്ലെങ്കിൽ മാതാമഹി. അറബിയിൽ പറയുകയാണെങ്കിൽ ജദ്ദ. വല്യമ്മാൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി വിശാലതയുണ്ട്. അതായത് ഉപ്പാൻ്റെ ഉമ്മയാണെങ്കിലും ഉമ്മാൻ്റെ ഉമ്മയാണെങ്കിലും എന്തുണ്ട്? അവകാശമുണ്ട്. ജദ്ദ തന്നെയാണ് അവകാശത്തിൻ്റെ വിഷയത്തിൽ അവർ ജദ്ദ തന്നെ. മാതാവ് ഇല്ലെങ്കിൽ ഇവർക്ക് സ്വത്തിൻ്റെ 1/6 ലഭിക്കുന്നതാണ്. ഇജ്മാ ആണ് തെളിവ്. നാലാമത്തെ ഇവിടെ പിന്നെ മൂന്നാമത്തെ നോട്ട് നോക്കൂ നിങ്ങൾ. മാതാവിൻ്റെ പിതാവിൻ്റെ മാതാവ് ഈ കൂട്ടത്തിൽ പെടുന്നില്ല. അതായത് വല്യമ്മ എന്ന് പറയുമ്പം ഉമ്മാൻ്റെ ഉമ്മയും ആകാം, ഉപ്പാൻ്റെ ഉമ്മയും ആകാം. ഉമ്മാൻ്റെ ഉമ്മയാകാം, ഉപ്പാൻ്റെ ഉമ്മയാകാം. ഇവിടെ എന്താണ്? മാതാവിൻ്റെ പിതാവ്, മാതാവിൻ്റെ പിതാവിൻ്റെ മാതാവ്. അതെ. അപ്പം 2 സ്ത്രീകളും ഇടയിൽ ആരാണ്? ഒരു പുരുഷനും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആർക്ക് അവകാശമില്ല? ഈ ഉമ്മാക്ക് അവകാശം. നമ്മളിപ്പോൾ ചിന്തിക്കുക, നമ്മുടെ മാതാവിന് ഒരു ഉപ്പുണ്ട്. ആ ഉപ്പാൻ്റെ ഉമ്മ അത് നേരിട്ടുള്ള വല്യമ്മയല്ല. അത് ശരിക്കും എന്താണ്? കുടുംബക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ നേരിട്ടുള്ള വല്യമ്മ എന്ന് പറയാൻ പറ്റൂല. എനിക്കൊരു മാതാവുണ്ട്, ആ മാതാവിൻ്റെ പിതാവ്, ആ പിതാവിൻ്റെ എൻ്റെ വല്യപ്പാൻ്റെ ഉമ്മ, എൻ്റെ വല്യപ്പാൻ്റെ ഉമ്മ. ഏത് വല്യപ്പാൻ്റെ? ഉമ്മാൻ്റെ ഉപ്പയാണ് വല്യപ്പ ഉദ്ദേശിക്കുന്നത്. ആ വല്യമ്മക്ക് അവകാശമില്ല, ബാക്കിയുള്ള വല്യമാർക്ക് അവകാശമുണ്ട്. ഇജ്മാഅ് തെളിവ്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ അവകാശം? 1/6. ആരുണ്ടാകാൻ പാടില്ല? ഉമ്മ ഉണ്ടാകാൻ പാടില്ല, മാതാവ് ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ പിന്നെ തെളിവ് ഇജ്മാഅ് ഉണ്ട്. പിന്നെ ഇമാം തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസും ഈ വിഷയത്തിൽ ഉണ്ട്. പക്ഷേ ആ ഹദീസ് ദുർബലമായതുകൊണ്ട് നമുക്ക് ഇജ്മാഅ് തന്നെയാണ് ഇതിന് കൃത്യമായ തെളിവ്. പണ്ഡിതന്മാർ ഈ ആശ്വസിക്കാൻ വേണ്ടിയിട്ട്, അതിന് അറബി മിംബാബിൽ ഇസ്തിനാസ്, പലപ്പോഴും ദുർബലമായ ഹദീസുകൾ പണ്ഡിതന്മാർ ചില വിഷയങ്ങൾ ഉദ്ധരിക്കുമ്പം അത് ആധാരമാക്കി പ്രമാണമാക്കിയല്ല അവർ ഉദ്ധരിക്കുന്നത്. പ്രമാണം വേറെ ഉണ്ടാവും, ഇജ്മാഅ് ഉണ്ടാവും, അല്ലെങ്കിൽ ഖുർആനിക ആയത്തുണ്ടാവും. അതോടൊപ്പം അതിനെ അനുകൂലിക്കുന്ന നിസ്സാര ദൗർബല്യമുണ്ടെങ്കിൽ പണ്ഡിതന്മാർ ഹദീസുകൾ ഉദ്ധരിക്കും. പക്ഷെ വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കാൻ പാടില്ല. നിസ്സാര ദുർബലതയുണ്ടെങ്കിലും വ്യക്തമായ പ്രമാണം വേറെ ഉണ്ടെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ദുർബലമായ ഹദീസുകളും ഉദ്ധരിക്കാറുണ്ട്. അത് ഒരു തെറ്റായ കാര്യമായി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന പാഠം.
ഖുർആനിക വചനങ്ങളിലില്ലാത്ത അവകാശികൾ. ഇനി നമ്മൾ ഉദാഹരണങ്ങൾ പൂർത്തീകരിക്കുക. ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ എഴുതിയതാണ്. കണ്ടോ? മകള്, മകൻ്റെ മകൾ, പിതൃവ്യനോ അല്ലെങ്കിൽ പിതാവത്ത സഹോദരനോ ആരാണെങ്കിൽ പ്രശ്നമല്ല. മകൾക്ക് എത്രയാണ്? മകൾക്ക് പകുതി അവകാശം. കാരണം ഏക മകളാണ്. ഇൻ കാനത്ത് വാഹിദത്തൻ ഫലഹൻ നിസ്ഫ്. മകൻ്റെ മകൾക്കോ 1/6. അതെപ്പോൾ പഠിച്ചതാ? ഇന്ന് പഠിച്ചതാണ്. മകളോടൊപ്പം മകൻ്റെ മകളുണ്ടെങ്കിൽ മകൻ്റെ മകൾക്ക് 1/6. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി ബാക്കി സ്വത്ത് ആർക്കാണ്? പിതൃവിനുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ പിതാവത്ത സഹോദരനും ഉള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഉദാഹരണം. ശരി, രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? മകൻ്റെ 2 പെൺമക്കൾ, പിന്നെ പിതൃവ്യൻ. മകൻ്റെ മകൾ എന്ന് പറയുമ്പോൾ മകളില്ലെങ്കിൽ മകൻ്റെ മകൾക്കാണ് അവിടെ സ്ഥാനം. അപ്പോൾ മകൻ്റെ 2 പെൺമക്കൾ എന്ന് പറയുമ്പം 2 പെൺമക്കളെ പോലെ തന്നെ എത്ര അവകാശം? സ്വത്തിന് 3/2. പിതൃവ്യനോ എത്ര? ബാക്കി. അപ്പോൾ എത്രയാണ് സ്വത്ത്? 3 ഓഹരിയാക്കി തിരിക്കാം. മകൻ്റെ മകൾക്ക് എത്രയാണ്? 2. മകൻ്റെ 2 പെൺമക്കൾക്ക് 2 അവകാശം, പിതൃവ്യന് 1. ഇവിടെ ഇത് പൂർത്തിയായി. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. ശരി, എന്താണ്? മാതാപിതാവൊത്ത സഹോദരി. മാതാപിതാവൊത്ത സഹോദരി എന്താ അറബി പറയാ? അൽ ഉഖ്തു ഷഖീഖ എന്ന് അറബി പറയും. അൽ ഉഖ്തു അഷ്ഷഖീഖ. ഇപ്പോൾ സാധാരണ ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ദൗലത്തു ഷഖീഖ എന്ന് പറയാറുണ്ട്. എന്താണ് ഷഖീഖത്തായ രാജ്യം? എന്താണ്? മാതാവും പിതാവും ഒത്ത എന്താണ് സഹോദര ബന്ധമുള്ള രാജ്യമാണ് എന്നർത്ഥം. അത്രക്കും അടുത്ത ബന്ധമാണ്. അപ്പം അൽ ഉഖ്തു ഷഖീഖത്തിനാണ് മാതാപിതാവൊത്ത സഹോദരി എന്ന് പറയാം. അവരോടൊപ്പം ആരുണ്ട്? പിതാവൊത്ത സഹോദരി. പിതാവൊത്ത സഹോദരി അറബിൽ പറയും അൽ ഉഖ്തു ലി അബ്. പിന്നെ മൂന്നാമത്തെ ആളാരാണ്? പിതൃവ്യൻ. ഇവിടെ മാതാപിതാവൊത്ത സഹോദരി ഒറ്റ സഹോദരിയാണ്. എത്ര അവകാശം? പകുതി അവകാശം. എന്താണ് കാരണം? കലാലത്തിൻ്റെ ആയത്താണ് തെളിവ്. വലഹു ഉഖ്തുൻ, മരിച്ച ആൾക്ക് ഉഖ്തുണ്ടെങ്കിൽ ഫലഹാ നിസ്ഫു മാ തറക്. അപ്പോൾ ഈ അനന്തരാവകാശ ആയത്തുകൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. നമ്മൾ ഈ വിഷയം ഏതായാലും പഠിച്ചു അല്ലേ? ഇത് തുടങ്ങി വെച്ചല്ലോ. അപ്പോൾ ഇത് ഈ 3 ആയത്തുകളും കാണാതെ പഠിക്കുകയും അതിൻ്റെ അർത്ഥം എല്ലാവരും പഠിച്ചിരിക്കണം. അത് എളുപ്പമാണ്. നമ്മൾ മാത്രമല്ല ഈ നോട്ട്സ് നിങ്ങൾക്ക് തന്നെ പഠിപ്പിക്കാൻ കഴിയണം. എളുപ്പമാണ്. അതിന് ഇൻഷാ അല്ലാഹ് വീഡിയോ പഠിത്തം തന്നെ ലഭ്യമാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സദസ്സുകൾ കണ്ടെത്തണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യം ഒന്നുകൂടിയും ഉറപ്പിക്കാൻ സാധിക്കും. അതായത് സകാത്തുൽ ഇൽമി തഅലീമുഹു,
എന്താണ്? ഇൽമിന് സക്കാത്ത് എന്താണ്? പഠിപ്പിക്കുക എന്നാണ്. നമ്മൾ സമ്പത്തിന് സക്കാത്ത് എന്താണ്? ധർമ്മം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇൽമിന് സക്കാത്ത് ഇൽമ് പഠിപ്പിക്കുക. അത് ഉത്തരവാദിത്തം. ഇതിങ്ങനെ ഒരു പഠിച്ചു ഇനി മറക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പിതാവൊത്ത സഹോദരിക്ക് എത്ര അവകാശം? 6/1. എന്താണ് തെളിവ്? ഇജ്മാ. പിതൃവിനോ? ബാക്കി. അപ്പോൾ ഇവിടെ 6 ഉണ്ടായതുകൊണ്ട് 6 ഓഹരിയാക്കി തിരിക്കാം. പിതാവത്തെ സഹോദരിക്ക് എത്രയാണ്? 3. അല്ല, മാതാപിതാവത്തെ സഹോദരിക്ക് 3, പിതാവത്ത സഹോദരിക്ക് 1, ബാക്കി എത്രയാണ്? 2. ഇവിടെ കണ്ടോ, 3ഉം 1ഉം കൂടിയാൽ 4ആയി. അപ്പോൾ 6ന്റെ 3ൽ 2 ഭാഗം പൂർത്തിയായി. തക്മിലത്തൻ ലിസുലുസൈൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം. ഇത് ഇജ്മാ ആണ് ഇതിന് തെളിവ്. പിതാവത്ത സഹോദരിക്ക് മാതാപിതാവത്ത സഹോദരിയോടൊപ്പം ഉണ്ടെങ്കിൽ 6/1. ഇജ്മാ ആണ് തെളിവ്. ഇജ്മാഇന്റെ ആധാരം എന്താണ്? സനദ് എന്താണ്? ഖിയാസാകുന്നു. ഏതിലേക്കാണ് ഖിയാസ് പോകുന്നത്? മകളും മകൻ്റെ മകളും ആ അവസ്ഥയിലേക്കാണ് ഖിയാസ് പോകുന്നത്. അതായത് മകളോടൊപ്പം മകൻ്റെ മകൾ ഉണ്ടെങ്കിൽ മകൻ്റെ മകൾക്ക് 6/1. അതേപോലെ തന്നെ മാതാപിതാവത്തെ സഹോദരിയും പിതാവത്തെ സഹോദരിയും ഉണ്ടെങ്കിൽ പിതാവത്തെ സഹോദരിക്ക് 6/1 നൽകപ്പെടേണ്ടത്. പിതൃവിന് ബാക്കി. അതിൻ്റെ തെളിവെന്താണ്? ഹദീസാവുന്നു. ഇനി അടുത്ത അവകാശം നോക്കാം. ശരി, എന്താണ് അവകാശം? അവകാശികളാരൊക്കെയാണ്? പിതാ, മഹൻ, മഹൻ. മകളാ? മകനോ? മകൾ. മകൻ്റെ മകൻ്റെ മകൻ. പിതാമഹൻ എത്രയാണ്? പിതാവ് ഇല്ലെങ്കിൽ മരിച്ച ആൾക്ക് സന്താനമുണ്ട്. ആ സന്താനം മകളുണ്ട്. അപ്പോൾ 6/1. അതെ. അപ്പോൾ പിതാമഹന് ആരുടെ സ്ഥാനത്തായി? പിതാവിൻ്റെ സ്ഥാനത്തായി. പഠിച്ചാണല്ലോ. മകൾക്ക് എത്രയാണ് അവകാശം? എത്രയാണ്? പകുതി. എന്താ കാരണം? ഏകാം മകളാണ്. ഈ മകൻ്റെ മകൻ ഉണ്ടായതുകൊണ്ട് മകളെ തടസ്സപ്പെടുത്തൂല. കാരണം അത് നേരിട്ടുള്ള മകനല്ലല്ലോ, മകൻ്റെ മകനല്ലേ, പേരക്കുട്ടിയല്ലേ. ശരി, ഇനി മകൻ്റെ മകനക്ക് എത്ര അവകാശം? ബാക്കി. കാരണം ഏറ്റവും അടുത്താണല്ലേ. സംഗതി മനസ്സിലായില്ലേ? മകൻ്റെ മകനക്ക് ബാക്കി. എന്താ കാരണം? ഏറ്റവും അടുത്ത, ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷന് നൽകണം. പിതാമഹന് 6/1. അപ്പോൾ 6ആണ് ഓഹരി. ഒരു ഓഹരി പിതാമഹന് വല്ലിപ്പാക്ക് കിട്ടും. മകൾക്ക് എത്രയാണ്? 3. ബാക്കി 2 ആർക്കാണ്? മകൻ്റെ മകനാണ് നൽകപ്പെടുന്നത്. ശരി, അടുത്തത് 3 പെൺമക്കൾ. പിന്നെ അടുത്തത് 4 പിതാവത്ത സഹോദരികൾ. ഇവിടെ എന്താണ്? 3 പെൺമക്കൾ എന്ന് പറയുമ്പോൾ എത്ര അവകാശം? 3ൽ 2. 3 പെൺമക്കൾ എന്ന് പറയുമ്പോൾ 3ൽ 2. പിതാവത്തെ സഹോദരികൾക്കോ എത്രയാണ്? നിങ്ങൾ അക്ക നോക്കല്ലേ. പിതാവത്തെ സഹോദരികൾക്ക് എത്രയാണ്? അല്ല, പഠിച്ചപ്പം നമ്മൾ പഠിച്ചാണ്. 6/1 എന്ന് പറയാൻ പറ്റുമോ? ബാക്കി.
ബാക്കിയാണ്. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ് ഇപ്പോൾ വായിച്ചില്ല നമ്മൾ. എന്താ വായിച്ചത്? ഒരു മകളും ഉണ്ട്, മകൻ്റെ മകളും ഉണ്ട്, സഹോദരിയും ഉണ്ട്. സഹോദരിക്ക് എത്ര കൊടുത്തത് ശ്രദ്ധിച്ചോ? ബാക്കി. അതാണ് ഒമാ ബഖിയ ഫലിൽ ഉഖ്തി എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിയാണത്. എപ്പോഴാണ് ഈ ബാക്കി ഉണ്ടാവുന്നത്? പെൺകുട്ടിയും മകളും ഉണ്ടാകണം, അതോടൊപ്പം തന്നെ പിതാപത്ത സഹോദരിയോ ഉണ്ടായിരിക്കുക. ഇനി പെൺമക്കൾ എത്ര കൂടിയാലും അതുപോലെ തന്നെ ഈ സഹോദരിമാർ എത്ര കൂടിയാലും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഈ വിഷയത്തിൽ എണ്ണം കൂടിയാൽ പ്രശ്നമില്ല, ബാക്കി ഈ സഹോദരിമാർക്കാണ് പോകുക. അതിൻ്റെ തെളിവെന്താണ്? ഹദീസാവുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ ഇവിടെ എത്ര അവകാശം? അല്ലേ, 3 പെൺമക്കളുണ്ട്. അപ്പോൾ ഇവിടെ 3ന്റെ 2 അവകാശം ആർക്കാളുള്ളത്? പെൺമക്കൾക്ക്. ബാക്കി എത്രയാണ്? 1. 4 പിതാവത്തെ സഹോദരി. ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ആകെ 2 പേജുള്ളൂ, പക്ഷെ ഇത്രയും ഉദാഹരണങ്ങൾ നമുക്ക് പൂരിപ്പിക്കാൻ കിടക്കുന്നു. അപ്പോൾ ഓരോ തെളിവുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക ഉണ്ടോ. അപ്പോൾ എന്താ ചെയ്യുക? അനന്തരാവകാശം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം എന്താ പഠിക്കേണ്ടത്? ആയത്തുകളാണ്. ആയത്തുകളിലുള്ള അവകാശികളൊക്കെ നമ്മൾ പഠിക്കുക, ഓരോന്നും ഉണ്ടോ. വാപ്പ, ഉമ്മ, മകന്, മകള്, അതുപോലെ തന്നെ മാതാവത്വ സഹോദരൻ, പിതാവും മാതാവും ഒത്ത സഹോദരിമാർ, പിതാവത്വ സഹോദരിമാർ, ഭർത്താവ്, ഭാര്യ, ഇതൊക്കെ പഠിച്ചാണല്ലോ. പിന്നെയാണ് ഹദീസുകളിലും ഇജ്മാ പ്രകാരം സ്ഥിരപ്പെട്ട സംഗതികൾ വരേണ്ടത്. പിന്നെ ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളും പഠിക്കാം. അങ്ങനെയാണ് അനന്തരാവകാശം അതുപോലെ തന്നെ പല വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ നിയമങ്ങളും പഠിക്കും ഇൻഷാ അല്ലാഹ്. അതായത് പിന്നെ തൗഹീദിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ഒരു ഗ്യാപ്പ് നൽകിക്കൊണ്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളൊക്കെ ഇതേ രൂപത്തിൽ പഠിക്കുന്നതാണ്. നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, പല വിഷയങ്ങൾ. അടുത്ത ഉദാഹരണം എന്താണ്? പിതാമഹി. മാതാവ് എന്താണ്? മകൻ. ഇവിടെ പിതാമഹി, മാതാവ്, മകൻ. പിതാമഹിക്ക് എത്ര അവകാശം? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കുസൃതി ചോദ്യമാണ്. ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം? മാതാവുണ്ട്. പിതാമഹിക്ക്, വല്യമ്മക്ക് അവകാശം കിട്ടണമെങ്കിൽ ആര് പാടില്ല? മാതാവ് പാടില്ല. അപ്പോൾ പിതാമഹിക്കൊന്നുമില്ല. മാതാവിന് എത്രയാണ്? 6/1. എന്താ കാരണം? അതെ, സന്താനമുണ്ട്. അത് മകളാണെങ്കിലും മകനാണെങ്കിലും. സന്താനമില്ല എന്ന് വിചാരിക്കുക. എത്ര മാതാവിന്? പഠിച്ചാണല്ലോ. ഫഇല്ലം യകുൽ ലഹു വലദുൻ വരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസ്. ഉമ്മാക്ക് എത്രയാണ്? 3/1. ആരില്ലെങ്കിൽ? മക്കളില്ലെങ്കിൽ. മക്കളുണ്ടെങ്കിലോ 6/1. മകൻ എത്രയാണ്? മകന് ബാക്കി. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ബാക്കി ഏറ്റവും അടുത്ത ആണിന്. അപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. നമ്മൾ ഫർളുകൾ ഇവിടെ പഠിച്ചു അല്ലേ? 6/1 അവകാശികൾ, പകുതിയുടെ അവകാശികൾ, 3/1 അവകാശികൾ, 3/2 അവകാശികൾ, അതുപോലെ തന്നെ 8/1 അവകാശികളൊക്കെ പഠിച്ചു. 4/1 അവകാശികൾ പഠിച്ചു. ഇതൊക്കെ പഠിച്ചു അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഈ വിഷയം പഠിക്കാം. ഇങ്ങനെ 6/1 അവകാശികളൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ആരൊക്കെയാണ് അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് 8/1 ഒറ്റ അവകാശിയും ആരാണത്? ഭാര്യ. അതുപോലെ തന്നെ 3/1 അവകാശികൾ, പകുതിയുടെ അവകാശികൾ. അങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യം പഠിക്കാം. അപ്പോൾ ഇവിടെ ആ കൂട്ടത്തിൽ മകൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല.
മകന് നിർണീത അവകാശം ഇല്ല. അതാണ് യാഥാർത്ഥ്യം. മകന് എന്താണ്, മകനുണ്ടെങ്കിൽ എപ്പോഴും ബാക്കി സ്വത്താണ്. കാരണം കൂടുതൽ സ്വത്ത് എപ്പോഴാണ് ബാക്കിയെ വരിക. ഇനി മകൻ്റെ കൂടെ മകളുണ്ടെങ്കിലോ അവിടെ അവസ്ഥ മാറുന്നതാണ്. അവിടെ ബാക്കിയല്ല, മകന് മകളുടെ ഇരട്ടി അവകാശം. അപ്പോൾ ഇതാണ് ഈ ഉദാഹരണം കഴിഞ്ഞു. ഇനി 2 ഉദാഹരണങ്ങൾ ബാക്കിയുണ്ട്. ആരൊക്കെയാണ്? പിതാമഹി. ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തിൽ എന്ത് കൊടുത്തു? പിതാമഹി. ഇവിടെ പിതാമഹി എന്ന് കൊടുത്താലും മാതാമഹി കൊടുത്താലും പ്രശ്നം കേട്ടോ, ആരാണെങ്കിലും തുല്യമാണ്. ഇനി പിതാമഹിയും മാതാമഹിയും ഒരുമിച്ചു, 2 വല്യന്മാർ ഒന്നിച്ചു, അപ്പോഴും അവരെന്താണ്, അവരുടെ ആ 6-1 അവർ തുല്യാവകാശികളാകുന്നു. മനസ്സിലായില്ലേ? അതായത് ഒരാൾ മരിച്ചു, അയാൾക്ക് 2 വല്യന്മാരുണ്ട്. 2 വല്യന്മാർ, ഒന്ന് ഉപ്പാൻ്റെ അമ്മയും ഒന്ന് ഉമ്മാൻ്റെ അമ്മയും. അപ്പോൾ എന്താണ്, ഉപ്പാൻ്റെ അമ്മക്ക് കൂടുതൽ അവകാശം പറയാൻ പറ്റുമോ? പറ്റൂല, തുല്യാവകാശികളാണ്. പിതാമഹി, മകൾ, പിതൃവ്യൻ. ഇവിടെ പിതാമഹിക്ക് എത്രയാണ്? 6-1. എന്താ കാരണം? മാതാവില്ല. പിതാമഹിക്ക് അവകാശം കിട്ടണമെങ്കിൽ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. എന്താണത്? ഉമ്മ ഉണ്ടാകാൻ പാടില്ല. മകൾക്കോ പകുതി, പിതൃവിന് ബാക്കി. അപ്പം എല്ലാവർക്കും എന്തില്ല, സംഗതിയൊക്കെ എളുപ്പമായി വരുന്നുണ്ട് അല്ലേ? അപ്പം പിതാമഹിക്ക് അപ്പം 6 അക്ക ഉണ്ടായതുകൊണ്ട് 6 ഓഹരിയാക്കി തിരിക്കാം. ഇവിടെ പിതാമഹിക്ക് എത്രയാണ്? 1. മകൾക്ക് എത്രയാണ്? 3. പിതൃവിന് 2. ഇനി അടുത്ത ഉദാഹരണം. അതെ, പിതാമഹിയ. അതെ, മാതാപിതാവൊത്ത 2 സഹോദരികൾ. പിന്നെ പിതാവൊത്ത സഹോദരൻ. ഇവിടെ പിതാമഹി, മാതാപിതാവൊത്ത 2 സഹോദരികൾ, പിതാവൊത്ത സഹോദരൻ. പിതാമഹിക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? എത്രയാണ്? 6-1. എന്താ കാരണം? മാതാവില്ല. ശരി, മാതാപിതാവൊത്ത 2 സഹോദരികൾക്ക് എത്രയാണ് അവകാശം? 3-2. പഠിച്ചാണല്ലോ. ഒരു സഹോദരിയാണെങ്കിൽ പകുതി, 2 2 കൂടുതലോ ആണെങ്കിൽ എത്രയാണ്? 3-2. ഇനി പിതാവൊത്ത സഹോദരൻ എത്രയാണ്? ബാക്കി. ശരി, പിതാമഹിക്ക് എത്രയാണ്? ഇവിടെ 6 ഓഹരിയാക്കി തിരിക്കാം. പിതാമഹിക്ക് 1. മാതാപിതാവൊത്ത 2 സഹോദരികൾക്ക് 3-2 അപ്പോൾ എത്രയാണ്? 4 ബാക്കി എത്രയാണ്? 1. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച് ഇത്രയും ഇന്ന് നമ്മൾ അവകാശികളുടെ അവകാശങ്ങളാണ് ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാ അറിവെന്ന് പറയുമ്പോൾ അത് നമുക്ക് പഠനാർഹമായ സംഗതികൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കഥകൾ, അതുപോലെ തന്നെ ആത്മീയ വശങ്ങൾ, എല്ലാ ഇസ്ലാമിക വിജ്ഞാനങ്ങളും അതിൽ വൈകാരികമായ അല്ലെങ്കിൽ ആത്മീയത നിറഞ്ഞ സംഗതിയാണെന്നില്ല. ഇപ്പോൾ എല്ലാം അറിവാണ്. ഖുർആനിലും സുന്നത്തിലും വന്ന എല്ലാ കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ടതാണ്. അതൊരു ഇൽമാണ്. ഈ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാൻ ഇഖ്ലാസും ആവേശവും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ.
ഇൻഷാ അള്ളാ ഇനിയും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുന്നതാണ്. ഇത് 7ാമത്തെ നോട്ടാണ്. ഇതിൻ്റെ പൂർത്തീകരണം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.